പൈത്തോന്യ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് പൈത്തൺ. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യം. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറഞ്ഞു യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. സ്പിരിറ്റ് ഓഫ് ഡിവിനേഷൻ, അതിന് ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് പൈത്തോന്യ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് പൈത്തൺ. പൈത്തൺ പാമ്പിൻ്റെ ഗുണം അതൊരിക്കലും കൊത്തത്തില്ല. പൈത്തൺ ഒരിക്കലും ബാക്കിയുള്ള മൂർഖനെയോ രാജവെമ്പാലെ പോലെ ആരെയും ഇത് കൊത്തത്തില്ല. ഇത് ഭയങ്കര സൈസാണ്, ഇത് ആരെയും കൊത്തത്തില്ല. ഈ സ്പിരിറ്റിന് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് ഒരു മനുഷ്യൻ്റെ മേൽ ചുറ്റും, മനുഷ്യൻ്റെ മേൽ ചുറ്റും ചുറ്റി 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 എല്ലൊടിഞ്ഞേക്കാം. പക്ഷെ മെയിൻ ചുറ്റുന്നത് കഴുത്തിലാണ്. കഴുത്തിൽ ചുറ്റുമ്പോൾ ഇതിൻ്റെ ശ്വാസം നിൽക്കും. അങ്ങനെയാണ് ഇത് അതിനെ വിഴുങ്ങുന്നത്. ഇതൊരിക്കലും കൊത്തത്തില്ല, ഇത് ചുറ്റത്തേ ഉള്ളൂ. ചുറ്റുന്നതെല്ലാം ശ്വാസത്തെ നിർത്താനാണ്. പക്ഷെ ഇന്ന് രാവിലെ പൈത്തോന്യ സ്പിരിറ്റിനോട് ന്യൂ കവനന്റ് ചർച്ചിന് പറയാനുണ്ട്, ഇവിടെ പരിശുദ്ധാത്മാവാണ് എല്ലാം എല്ലാം എല്ലാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. അവനാണ് നമ്മുടെ ശ്വാസം, അവനാണ് നമ്മുടെ ജീവൻ, അവനാണ് നമ്മുടെ ആധാരം, അവനാണ് നമ്മുടെ സകലതും. ഇന്ന് രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരിനകത്തുണ്ടെങ്കിൽ വാ തുറന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കുക. വാ തുറന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കുക. The spirit of Python break ചെയ്യണം. The spirit of Python break ചെയ്യണം.